അല്ല, അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. ഇപ്പം നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം മാറ്റാൻ പറ്റില്ലല്ലോ. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഷട്ടർ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ഷട്ടർ തുറന്നുകൊണ്ടാണ് അവിടെ എല്ലാം മറ്റേ തണ്ണീർമുക്കത്തും മറ്റ് എല്ലാ സ്ഥലത്തും ഷട്ടർ തുറന്നുകൊണ്ടാണ്. എന്നാലും അപ്പർ കുട്ടനാട് നമുക്കറിയാല്ല, പ്രശ്നബാധിതമായ സ്ഥലമാണ്. അവിടെ ഞാൻ വേറെ എന്തെങ്കിലും ചോദിക്കും പറഞ്ഞല്ലോ. അവിടെ തോട്ടപ്പള്ളിയില് സൗജന്യ പദ്ധതി സർക്കാരിന് ഏറ്റവും പ്രീമിയം പ്രോജക്റ്റുകൾ ഒന്നാണല്ലോ. അവിടെ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്ന് പറയുന്ന ആക്ഷേപകരമായ. ഞാനത് മന്ത്രി അതിനെക്കുറിച്ച് വിശദീകരണം നൽകി. അദ്ദേഹം തെറ്റുപറ്റിയതിൽ ഖേദവും പ്രകടിപ്പിച്ചു. പിന്നെ ഇനി അത് വിവാദമാക്കേണ്ട ആവശ്യമില്ല. തോട്ടപ്പള്ളിയിൽ അവിടെ നേരത്തെ പറഞ്ഞ മാലിന്യ പ്രശ്നത്തിന്റെ പുറമെ പൊഴി കൃത്യമായി മുറിക്കാത്തത് വെള്ളം കയറാനുള്ള ഒരു കാരണമായി പറയുന്നുണ്ട്. അപ്പോൾ ഒരു മുന്നൊരുക്കം അവിടെ പാളിയിട്ടില്ല. അവിടെ ഏറ്റവും നന്നായിട്ടാണ് അത് ചെയ്തത്. ചെയ്യാൻ പറ്റാവുന്നതിന്റെ പരമാവധി അവിടെ നന്നായിട്ട് ചെയ്തു. നമ്മൾ വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. 2 മാസം ഞങ്ങൾ വന്ന ഉടനെ തന്നെ പ്രീ മൺസൂൺ മീറ്റിംഗ് എല്ലാം വിളിച്ചു കൂട്ടി. ജില്ലാ കളക്ടർമാരോട് നോക്കാം. ഹൈവേയെ കുറിച്ച് പേടിയുണ്ടായിരുന്നു. എല്ലാ ജില്ലാ കളക്ടർമാരോട് ഹൈവേയുടെ കുഴപ്പമുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കാൻ പറഞ്ഞു. ഇതുപോലത്തെ പ്രദേശങ്ങൾ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പ്രത്യേകമായിട്ടുള്ള ഇത് കൊടുത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അത് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. അത് ക്യാബിനറ്റ് ഉള്ളപ്പോഴും അദ്ദേഹം വിളിച്ചത് ആണ്. അതെ, ഇപ്പം ഞാനിപ്പോൾ ലിജുവിന്റെ മന്ത്രി ലിജുവിന്റെ ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പൊ അദ്ദേഹം വിളിച്ചത് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ലിജുവിന്റെ ഫോണിലെ നമ്പർ കിടക്കുന്നുണ്ട്. എവിടെ? എല്ലാ സ്ഥലത്തും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പലകര സംവിധാനം ഒന്നുമില്ല. പകരം MLA ക്ക് തന്നെ ചെയ്യാമല്ലോ. MLA ക്ക് തന്നെ ഉണ്ട് അവിടെ. ജില്ലാ കളക്ടർ കൂടെ അങ്ങനത്തെ ഒരു വിഷയം അവിടെ വെള്ളം കയറിയ സ്ഥലത്ത് വേറെ ക്യാമ്പിലേക്ക് മാറ്റും. ഞാൻ പറഞ്ഞല്ലോ 150 പേര്, അതൊന്നും ഒരിക്കലും ഉണ്ടായില്ല. 1500 പേരുടെ ക്യാമ്പ് പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 150 പേരിൽ ക്യാമ്പ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അടുത്ത സ്ഥലത്തേക്ക് ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എത്ര രൂപ ചെലവായാലും ഒരു ഇതില്ലാന്ന് ജില്ലാ ഭരണകൂടത്തിൽ അവിടെ ചാർജുള്ള മന്ത്രി 2 പ്രാവശ്യം വിളിച്ചു. ഇന്നിപ്പോൾ 3ാമത്തെ മീറ്റിംഗ് ഇന്ന് രാവിലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാർജുള്ള മന്ത്രി എവിടെ പരാതി പറഞ്ഞാൽ കുട്ടനാട് MLA അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ 2 മീറ്റിംഗിലും കുട്ടനാട് MLA പങ്കെടുത്തിട്ടുണ്ട്. ഓരോ യോഗം നടക്കുന്നത് പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ്.